ഹലോ ഗുഡ് ഈവനിങ്. ദിസ് ഇസ് എ വീക്കെൻഡ് സാറ്റർഡേ 4 PM. ലച്ചുവിന് ഹോളിഡേ ആണ്. സോ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫാഷൻ പരേഡിനാണെന്നൊക്കെ പറഞ്ഞ് മിക്കി മൗസിനെ പോലെ റെഡി ആവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കിച്ചണിലേക്ക് പോട്ടെ, അമ്മ എന്തൊക്കെയോ പരിപാടിയിലാണ്. അവൾക്ക് ഈ കറിയൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ ആണെന്നാണ് തോന്നുന്നത്. കുറേ ദിവസമായിട്ട് ദോശയ്ക്ക് ചമ്മന്തിപ്പൊടി വേണോ അച്ചമ്മയെന്നും പറഞ്ഞ് അമ്മയ്ക്ക് സൗകര്യം കൊടുക്കുന്നില്ലായിരുന്നു ലച്ചുക്കൂട്ടൻ. അങ്ങനെ ഒരു പാനൊക്കെ ചൂടാക്കി അതിലേക്ക് ഉഴുന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം. വറ്റൽ മുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളുടെ സംശയമാണ് ആർത്തി പണ്ടാരം എന്നാൽ എന്താണ്. ഞാൻ പറയുന്നത് നിന്നെ പോലെ ആർത്തി ഉള്ളവരാണ് ആർത്തി പണ്ടാരം എന്ന്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് കായംപൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കുന്നു. ഇളക്കലോടിളക്കൽ, ഒടുക്കത്തെ ഇളക്കൽ, എന്തൊരിളക്കൽ. നന്നായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ചുവന്ന കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹാളിലേക്ക് ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ലച്ചുക്കുട്ടൻ അവിടെ നിന്ന് ടോം ആൻഡ് ജെറി കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇപ്പോഴും എനിക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ടോം ആൻഡ് ജെറി. അവൾ ടോം ആൻഡ് ജെറി കാണുമ്പോൾ പലപ്പോഴും ഞാൻ ഓഫാക്കാൻ അങ്ങനെ പറയാറില്ല. കാരണം അതിലെനിക്കും ഒരു ടൈം പാസ് ഉണ്ട്. നമ്മളത് കണ്ടിരുന്നു കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കാർട്ടൂൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവൾ ടോം ആൻഡ് ജെറി കാണുന്ന സമയം കൊണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ മൂപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലോണം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുക്കണം. നമുക്ക് കുറച്ച് സമയം അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ ജോലികളും ഒക്കെ തീർക്കാനായിട്ട് ഉള്ള ഓട്ടത്തിലാണ്. റൂമൊക്കെ ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുട്ടികളൊക്കെ ഉള്ള സമയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം റീഓർഡർ ആയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ കുറച്ച് വെയിൽ കണ്ട സമയം കൊണ്ട് ഞാൻ നമ്മുടെ തുണിയെല്ലാം കുറച്ചൊന്ന് വിരിച്ചിടാമെന്ന് കരുതി. ഞങ്ങളുടെ ബാൽക്കണി വളരെ ചെറുതാണ് കേട്ടോ. ഒരു ലോണ്ടറി സ്റ്റാൻഡും കുറച്ച് പോട്ട്സും ഒക്കെ വെക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. ഒരു വലിയ ബാൽക്കണി ഒന്നും അല്ല. അപ്പോൾ അവിടെ നിന്നിട്ട് തുണി വിരിക്കുക എന്നുള്ളത് കുറച്ച് വിഷമമായിട്ടുള്ള ടാസ്ക്കാണ്. ഇന്നിപ്പോൾ കടൽ കുറച്ച് ശാന്തമാണ്. മഴയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മഴ വരുമ്പോൾ കരുതും ദൈവമേ ഒന്ന് വെയിൽ വന്നാൽ മതിയെന്ന്. വെയിൽ വരുമ്പോൾ കരുതും ദൈവമേ ഒന്ന് മഴ വന്നാൽ മതിയെന്ന്. ഇതിനെല്ലാത്തിനും പകരമായി ഒരാളിതാ വന്നിട്ടുണ്ട്. അമ്മ വീഡിയോ കോൾ ചെയ്യുകയാണ് ബ്രദറിനെ. അവനങ്ങ് നെതർലാൻഡ്സിന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈ ദ വേ എൻ്റെ തുണി വിരിച്ചിടൽ എന്ന് പറയുന്ന ടാസ്ക് ഏകദേശം കംപ്ലീറ്റ് ആവാനായി. ഇതുപോലെ ഹാങ്ങറിലായിട്ട് വിരിച്ചിടുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചു ടോം ആൻഡ് ജെറിയിൽ നിന്ന് പെപ്പ പിഗിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് ഞങ്ങളുടെ ചമ്മന്തിപ്പൊടിയുടെ പരിപാടി എന്തായെന്ന് നോക്കട്ടെ. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ പറയണത് അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നാണ്. അപ്പം ഞങ്ങൾ ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാനിത് പൊടിപ്പിക്കാൻ പോവാണ്. ഇവിടുത്തെ മിക്സിയെക്കുറിച്ച് അമ്മയ്ക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്നെയാണ് പൊടിപ്പിക്കൽ ടാസ്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പൊടിച്ചെടുത്ത് അതിൻ്റെ ജാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവം എൻ്റെ മൂക്കിലോട്ടും ശ്വാസകോശത്തിലോട്ടും ഒക്കെ അതിൻ്റെ ഇത് കയറിയിട്ട് ഭയങ്കരമായിട്ട് ചുമച്ചു കേട്ടോ. ഇങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം മറ്റൊരു ജാറിലേക്ക് മാറ്റാവുന്നതാണ്. അത് ഗോതമ്പ് ദോശയുടെ കൂടെ കുറച്ച് എണ്ണയിൽ ചാരിച്ചിട്ട് അമ്മ ചൂന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ടോം ആൻഡ് ജെറി ഒക്കെ കഴിഞ്ഞ് പെപ്പ പിഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അങ്ങ് ഫ്രീ ആയി. ഞാൻ ചായ ഇടാനുള്ള പരിപാടിയാണ്. ചായ ഇട്ടു. അമ്മയും ഞാനും കൂടെ കുടിച്ചു. ലച്ചുവിന് ചായ ഇഷ്ടമല്ല. എനിക്ക് ബാൽക്കണി നോക്കിയിരുന്ന് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.